പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെ, അതാണ് ബി ജെ പിയുടെ ഭാവം. പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെ എന്ന് പറയുന്നതിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ശോഭാ സുരേന്ദ്രൻ പുകഞ്ഞ കൊള്ളിയാണ്, അവർ പുറത്തു തന്നെ. അതുപോലെ പി കെ കൃഷ്ണദാസ് ഒരു പുകഞ്ഞ കൊള്ളിയാണ്, കൃഷ്ണദാസും പുറത്തു തന്നെ. എല്ലാം സുരേന്ദ്രൻ്റെ കൈകളിൽ ഭദ്രമാണ് എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് പാർട്ടി പുനഃസംഘടനയിൽ അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ബി ജെ പിയിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ആലപ്പുഴ വടക്ക് ഭാഗത്ത്, തെക്ക് വടക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ആലപ്പുഴ വടക്ക് ഭാഗത്ത് എന്തുകൊണ്ട് 55 പേര് വോട്ട് ചെയ്യാൻ പ്രാപ്തരായിട്ട്, അതായത് 55 പേർക്ക് വോട്ടവകാശമുണ്ടായിട്ടും 53 പേർ മാത്രമാണ് അവിടെ വോട്ട് ചെയ്തത്. 2 പേരിൽ ഒരാൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനായിരുന്നു വോട്ട് ചെയ്യാതെ മാറി നിന്ന വ്യക്തി. എന്തുകൊണ്ടാകും ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യാതെ മാറി നിന്നത്? പാർട്ടിയോടുള്ള വെല്ലുവിളിയാണോ? വെല്ലുവിളിയാണെന്ന് വ്യാഖ്യാനിക്കാൻ സുരേന്ദ്രൻ പക്ഷത്തിന് ഒട്ടും മടിയില്ല. അവർ കൃത്യമായിട്ട് പറയും, ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചു, വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഒരു ഗുട്ടൻസ് ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഈ വോട്ടെടുപ്പ് പ്രഹസനമാണ്, ഈ അഭിപ്രായ സർവേ പ്രഹസനമാണ്, ഈ ആളുകളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയാണ് ഈ വോട്ടെടുപ്പും അഭിപ്രായ സർവേ നടക്കുന്നത്. പാർട്ടിയുടെ കോർ കമ്മിറ്റി കഴിഞ്ഞ തവണ എറണാകുളത്ത് കൂടിയപ്പോൾ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ 30 സംഘടനാ ജില്ലകളായി തിരിക്കുമെന്നും അവിടെ പ്രസിഡന്റുമാർ വരുമെന്നും അവിടെ പുതിയ ഭരണസമിതി വരുമെന്നും എല്ലാ ആളുകൾക്കും പ്രവർത്തിക്കാൻ അവസരം കിട്ടുമെന്നും ജനങ്ങളുമായി കൂടുതൽ അടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ എല്ലാവർക്കും അവസരം കിട്ടുമെന്നും കോർ കമ്മിറ്റിയിൽ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനുവരി 20-ന് മുമ്പ് തന്നെ എല്ലാ ജില്ലകളിലെയും പ്രസിഡന്റുമാരെ നിശ്ചയിക്കണം, അതിനുശേഷം മറ്റ് കമ്മിറ്റി അംഗങ്ങളെ നിശ്ചയിക്കണം എന്ന തരത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്. അതിന് പ്രത്യേകിച്ച് ഭരണാധികാരിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു, റിപ്പോർട്ടുകളുണ്ടായിരുന്നു, കരട് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിനെതിരെ കൊല്ലം ജില്ലയിൽ കേസും പരാതിയുമൊക്കെ പോവുകയും മുതിർന്ന നേതാക്കളെ കൊട്ടാരക്കരയിൽ തടഞ്ഞു വയ്ക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സംഘടനയ്ക്കകത്ത് നടക്കുന്നത്. അടുത്ത് ഇപ്പോൾ പുറത്തു വരുന്ന സംഭവം എന്താണ്? സംഘടന ഇങ്ങനെയുള്ള അഭിപ്രായ സർവേയും വോട്ടെടുപ്പുമൊക്കെ കഴിഞ്ഞാലും അടുത്ത കോർ കമ്മിറ്റി ഉടനെ 2 ദിവസത്തിനുള്ളിൽ ചേരാനിരിക്കുന്ന കോർ കമ്മിറ്റി തീരുമാനിക്കും ആരാകും ജില്ലാ പ്രസിഡന്റ് എന്ന്. ഓർത്തു നോക്കിയേ. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വിട്ടുനിന്നതിന് ഗുട്ടൻസ് പിടികിട്ടിയല്ലോ. ശോഭാ സുരേന്ദ്രൻ വിട്ടുനിന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വോട്ട് ചെയ്ത് ഇഷ്ടക്കാരെങ്കിലും ജയിച്ചു പോയാൽ പോലും അവിടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തീരുമാനിക്കും ആര് പ്രസിഡന്റ് ആകണമെന്ന്. അഭിപ്രായ സർവേയിലും ഈ മണ്ഡലങ്ങളിലെ ഇവിടുത്തെ വോട്ടെടുപ്പിൻ്റെയും മുൻതൂക്കം ലഭിക്കുന്ന ആൾ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ഒരുപക്ഷെങ്കിൽ പ്രസിഡന്റ് ആവുകയില്ല. എന്തൊക്കെയാണ് കാര്യങ്ങൾ? വനിതാ പ്രാതിനിധ്യം നോക്കും, അതുപോലെ തന്നെ SC ST പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരനാണോ നോക്കും, പിന്നെ ക്രൈസ്തവനാണോ, അവർക്ക് മുൻഗണനയുണ്ട്. അതുപോലെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടി BJPയിലേക്ക് വന്ന ആളുകൾക്ക് അവസരമുണ്ട്. ഈ 4-5 ഘടകങ്ങൾ പരിശോധിക്കും. എന്നിട്ട് ആരൊക്കെ മണ്ഡലം പ്രസിഡന്റുമാർ, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന ദേശീയ സമിതി അംഗങ്ങൾ, മോർച്ച നേതാക്കൾ, അതുപോലെ RSS നേതൃത്വം, അവരെല്ലാവരും കൂടിയിരുന്ന് ഇതിനെ സ്ക്രൂട്ടണി ചെയ്യും. ഈ വിജയികളുടെ പട്ടികയെ സ്ക്രൂട്ടണി ചെയ്യും. എന്നിട്ട് ഇത്തരം മാനദണ്ഡങ്ങൾ നോക്കും. ദളിതനാണോ, വനിതയാണോ, ക്രൈസ്തവനാണോ, ഇവൻ മറ്റ് സംഘടനകളിൽ നിന്ന് BJPയിലേക്ക് വന്ന ആളാണോ എന്നൊക്കെ നോക്കിയിട്ട് ആ മികവ് കൂടി പരിഗണിച്ചാകും പ്രസിഡന്റുമാരെ നിശ്ചയിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ വിട്ടുനിന്നത്. ഇവിടെ ജയിച്ചു പോയാലും കോർ കമ്മിറ്റിയിൽ താൻ ഉണ്ടാകുമല്ലോ, തനിക്ക് അവിടെ പറയാൻ അവസരമുണ്ടല്ലോ. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ വടക്ക് ജില്ലയിൽ വോട്ട് ചെയ്യാതെ വിട്ടുനിന്നത്. ശോഭാ സുരേന്ദ്രൻ അത്ര മോശക്കാരിയൊന്നുമല്ല, ചില്ലറ നേതാവുമല്ല. എന്നാൽ പി കെ കൃഷ്ണദാസ് പക്ഷവും അത് ശോഭാ സുരേന്ദ്രൻ പക്ഷവും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് വ്യക്തമാണ്. അവർ കൃത്യം പദ്ധതി തയ്യാറാക്കി പ്ലാനിങ്ങോടുകൂടി സുരേന്ദ്രൻ്റെ ഇഷ്ടക്കാരെ തഴയുക, ഇഷ്ടക്കാർക്ക് എതിരെ വോട്ട് ചെയ്യുക എന്ന തന്ത്രം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ആളുകളും പി കെ കൃഷ്ണദാസിൻ്റെ പക്ഷക്കാരും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ലിസ്റ്റിൽ കൂടുതൽ ഇടം നേടുന്നത് തങ്ങളുടെ പ്രതിനിധികളായിരിക്കും. സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും ഈ കേരളത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ചവിട്ടി പുറത്താക്കുക, പകരം രാജീവ് ചന്ദ്രശേഖരോ ശോഭാ സുരേന്ദ്രനോ പോലുള്ള നേതാക്കൾ അവിടെ വരിക. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അതിന് അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് കേരളവും അങ്ങനെ അടുത്ത ബന്ധമില്ല, തനിക്ക് പിന്നെ എപ്പോഴും കേരളത്തിൽ തന്നെ തുടരാൻ കഴിയില്ല, അതുകൊണ്ട് ആ പ്രസിഡന്റ് പദവി വേണ്ട എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ശോഭാ സുരേന്ദ്രന് ആ കസേരയിൽ ഒരു താല്പര്യമുണ്ട്. തീർച്ചയായും സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ഈ ഒരു പ്രഹസനത്തിൽ ശോഭാ സുരേന്ദ്രൻ പങ്കെടുക്കാത്തത് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പക്ഷത്തുള്ള നേതാക്കൾക്ക് വളരെയധികം ആത്മാഭിമാനം തോന്നുന്ന മുഹൂർത്തങ്ങളിൽ ഒന്നുകൂടിയാണ്.